പെസഹ ആചരണത്തിന്റെ ഭാഗമായി ഓർത്തഡോക്സ് യാക്കോബായ ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടന്നു. പാതിരാ കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുത്തു. ഓർത്തഡോക്സ് പള്ളികളിൽ മെത്രാപ്പൊലീത്തമാരും വൈദികരും പെസഹ ചടങ്ങുകളിൽ കാർമ്മികരായി. വാഴൂർ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പെസഹ കുർബാനയ്ക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകി. സമയമായപ്പോൾ യേശു ചെന്ന് ഭക്ഷണത്തിനിരുന്നു. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, ഞാൻ പീഡ അനുഭവിക്കേണ്ടതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാൻ വളരെ ആഗ്രഹിച്ചു. പെസഹ വിടുതലിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോക്ക് എന്നാണ്. ലോകത്തിൽ ഇന്ന് യുദ്ധങ്ങളുടെയും മദ്യമയക്കുമരുന്ന് ലഹരികളുടെയും ഒക്കെ അടിമത്വത്തിൽ ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവർക്ക് വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഈ പെസഹ പെരുന്നാളിൽ. അതാണ് പെസഹ പെരുന്നാളിൻ്റെ സന്ദേശം. ഉക്രൈനിലെ ജനങ്ങൾ ഇന്ന് വിലാപത്തിൻ്റെ കരാളഹസ്തത്തിലാണ്. അതുപോലെ ഗാസയിലെ ജനങ്ങളും അതുപോലെ തന്നെയാണ്. ഇവിടെയൊക്കെയും അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന സംരക്ഷണം ദൈവം നൽകി ആ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബായ പള്ളികളിലും പെസഹ ആചരണം നടന്നു. തിരുവാങ്കുളം കെംത സെമിനാരിയിൽ നടന്ന കുർബാനയ്ക്ക് കാതോലിക്ക ബാവ ബസേലിയോസ് ജോസഫ് പ്രഥമൻ നേതൃത്വം നൽകി. പിന്നെ അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത്, ഇത് നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുപ്പീൻ. ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാറ് ഞാൻ കുടിക്കില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. തൻ്റെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യൻ തന്നെ. ഓരോ മനുഷ്യനും, ഞാനും നിങ്ങളും തന്നെ ക്രിസ്തുവിനെ പുനരായി അവതരിപ്പിക്കണമെന്നുള്ളതായ ആശയവും ആഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ, വിശുദ്ധ ബലി അനുഷ്ഠിക്കുന്നതിലൂടെ, സ്ഥാപിക്കുന്നതിലൂടെ ഞാൻ വരുന്നത് വരെ ഇത് നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുവീനെന്ന് ക്രിസ്തു അപ്പോസ്തലന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ തൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഇത് തുടരണമെന്ന് നമ്മോട് അപ്പോസ്തലന്മാരോട് കൽപ്പിക്കുമ്പോൾ ആ ബലിയുടെ തുടർച്ചയായി ഇന്നും ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു. സഭയുടെ വിവിധ പള്ളികളിൽ മെത്രാപ്പൊലീത്തമാരും വൈദികരും പെസഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.